സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം ഏതാണ്ട് ഉറപ്പായതോടെ പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്തുകളും പ്രചാരണമൊക്കെയായി താഴെത്തട്ടിൽ പ്രവർത്തകരംഗ് സജീവമായി കഴിഞ്ഞു. എന്നാൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാഹന പ്രചാരണം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. UDF വേണ്ടിയാണ് സുരേന്ദ്രൻ എന്ന ഈ 70-കാരന്റെ പ്രചാരണം. രാഷ്ട്രീയം എന്തെന്നറിയുന്ന പ്രായം മുതൽ കോൺഗ്രസുകാരൻ. വീട്ടിൽ കോൺഗ്രസ് നേതാക്കളുടെ പടങ്ങൾ. നാട്ടിൽ ആവേശം കൊട്ടിക്കയറുന്നതിന് മുന്നേ സുരേന്ദ്രൻ തന്റേതായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങും. സൈക്കിളിന് മുന്നിൽ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് വെച്ചുകെട്ടി തെരുവോരങ്ങളിലൂടെ വൈകുന്നേരം വരെ തുടരുന്ന യാത്ര. ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി ഒരാഴ്ച മുന്നേ തന്നെ പ്രചാരണം ആരംഭിച്ചു. ബിന്ദു കൃഷ്ണ തന്നെയാണോ ജയിക്കുക? അതെ, ജയിക്കാനല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. തിങ്കളാഴ്ച മുതൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തുടങ്ങി. ഉറപ്പായിരുന്നു ബിന്ദു കൃഷ്ണ തന്നെ ഉറപ്പായിരുന്നു. ഈ വൈറൽ പാട്ടൊക്കെ ഇട്ടാണ് പ്രചാരണം. അപ്പൊ ഇങ്ങനെ പോണ വഴിക്ക് വേറെ പാർട്ടിക്കാർ വല്ലതും എന്തൊക്കെ പറയാറുണ്ടോ? അത് പറഞ്ഞാൽ നമ്മൾ ഗവനിക്കാതിരുന്നാ പോരെ. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് ഞാൻ പോന്നു. CPM വിശ്വസിക്കും CPM, താമര വിശ്വസിച്ചാൽ താമര. ഞാൻ ഇന്ദിരാഗാന്ധിയെയും കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയൊക്കെ വിശ്വസിച്ച കോൺഗ്രസ്സുകാരനെ. ഈ ശീലം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ്. ഇത്തവണ പ്രചാരണത്തിന് പാരഡി ഗാനങ്ങളുടെ അകമ്പടി കൂടി ഉണ്ടെന്നതാണ് പ്രത്യേകത. UDF അധികാരത്തിൽ വരുമോ ഇത്തവണ? വരും. സംശയം എന്താ? 100% ഉറപ്പ്. എന്തുകൊണ്ട് UDF വരണം? UDF വരണമെന്ന് പറയുന്നത് നാട്ടുകാർക്ക് ഒരു 2000 രൂപ പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് വികസനമാവുന്നില്ലല്ലോ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്ന വികസനം ഉണ്ടാക്കി 2000 രൂപ കൊടുത്താൽ അത് കേരളത്തിൻ്റെ നന്മ. ഇത് ലോക ബാങ്കിൽ നിന്ന് കടമെടുത്ത് നമുക്ക് തന്നിട്ട് അവരങ്ങ് ഇറങ്ങി പോകാൻ ഉള്ളത് കട്ടുപിടിച്ചുണ്ട്. അതൊരു വികസനമല്ലല്ലോ. സുരേന്ദ്രൻ വരുന്നതോടെ നാട്ടിലെ കോൺഗ്രസുകാർക്കും ഇരട്ടി ആവേശം. എത്ര വയസ്സുണ്ട്? 70 വയസ്സ്. അവസാനം വരെ ഈ പ്രചാരണം ഇങ്ങനെ പോകും. മരണം വരെ ഉള്ള ആവേശത്തിലാണ്. പിന്നെ അല്ല ആരെങ്കിലും തല്ലിക്കൊള്ളത്. 70 വയസ്സുണ്ട്. രാവിലെ തുടങ്ങുന്നതാണ് സൈക്കിളിലുള്ള ഈ പ്രചാരണം. വൈകിട്ട് വരെ ഇങ്ങനെ തുടരും. ആരും പൈസ നൽകിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടോ അല്ല ചേട്ടൻ ഇങ്ങനെ പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നു. ഇത്തവണ ഒരുപടി മുന്നേ തന്നെ സൈക്കിളിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. വൈറൽ ഗാനവും കൊടിയും ഒക്കെ ആയിട്ട് സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡും ഒക്കെ ആയിട്ടാണ് ഈ പ്രചാരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാർക്കിടയിലെ ആവേശം കൂടിയാണ് ഇത്തരത്തിലുള്ള പാർട്ടിക്കാരുടെ പ്രചാരണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.